അങ്ങനെ അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് നെടുമ്പുരക്കൽ വീട്ടിൽ നിന്നും ഇറങ്ങാണ്. ബാലേന്ദ്രൻ അലീനയും കൂട്ടിക്കൊണ്ട് നേരെ പോണത് സ്റ്റാൻഡിലെടുത്തേക്കാണ്. അങ്ങനെ അലീനയെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം മനസ്സെല്ലാ മനസ്സോട് കരഞ്ഞു തളർന്ന് ബാലേന്ദ്രൻ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പം വിജയശ്രീ ലാളതിയായി വൈജ നെടുമ്പുരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. താൻ എല്ലാം നേടിയെടുത്തു എന്ന അഹങ്കാരത്തോടു കൂടിയിട്ട് വൈജ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ബബിതയും രോഹിയും കൃഷ്ണമോളും ഒന്നും വൈജയോട് സംസാരിക്കുന്ന കൂടിയില്ല. ആ സമയം വൈജ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താടി, ഞാനല്ലേ നിന്നെയൊക്കെ പ്രസവിച്ചത്, ഞാനല്ലേ നിന്റെ അമ്മ, എന്നിട്ട് അവള് പോയപ്പം നിനക്കെന്നോട് മിണ്ടാൻ പോലും വയ്യ അല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അമ്മയോട് ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ ഞങ്ങളുടെ അമ്മയൊക്കെ തന്നെയാ, ശരിയാ, പക്ഷേ നമ്മളുടെയൊക്കെ ജീവിതത്തില് ഏറ്റവും വലിയൊരു അപകട സമയത്ത് കൂടെ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ ചേച്ചിയല്ലേ. രോഹിയുടെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലും അച്ഛൻ്റെ കാര്യത്തിലും എല്ലാ സമയത്തും കൃത്യസമയത്ത് ഇടപെട്ട് ഒരു ദൈവനിശ്ചയം പോലെ വന്ന് നമ്മളെല്ലാം കരകയറ്റിയത് ആ പാവം പിടിച്ച ചേച്ചിയല്ലേ. എന്നിട്ട് അതിവിടുന്ന് പോണമെന്ന് അമ്മ എന്തൊക്കെ പരാക്രമമോ കാണിച്ചത്. ഞങ്ങൾ എത്ര തവണ പറഞ്ഞു ആ പാവത്തിനെ ഒന്ന് വെറുതെ വിടാൻ, എന്നിട്ട് അമ്മ ചെയ്തോ എന്ന് ചോദിക്കാണ്. നിങ്ങളൊക്കെ എന്തറിഞ്ഞോണ്ടേ പറയുന്നത്? അവസാനം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയില്ലേ നിങ്ങളുടെ അച്ഛൻ്റെ മകളല്ല അതെന്ന്. അത് കള്ളം പറഞ്ഞാണെന്നും നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞല്ലേ. എന്നിട്ടും നിങ്ങൾ എന്നോട് കടികൂടാൻ വരികയാണോ? അവളെ അച്ഛൻ്റെ മകളൊന്നും അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ. അപ്പൊ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ അച്ഛനും അവളും ചേർന്ന് കള്ളം പറഞ്ഞെന്നല്ലേ. ഈ വീട് സ്വന്തമാക്കാനും ഇവിടെ നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയും അവള് കളിച്ച ഒരു ചീഞ്ഞ നാടക അവളും ആ അങ്ങേരുടെ. അപ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിയെക്കുറിച്ച് അമ്മ അനാവശ്യം പറയരുത്. ചേച്ചി ഞങ്ങളെപ്പോലെ തന്നെയാ, പാവാ, അമ്മയുടെ മക്കളാണ് ഞങ്ങള്. ആ കൂടെ തന്നെ ചേച്ചിയെ കാണണം. അതൊരിക്കലും നടക്കില്ല. നിങ്ങളൊക്കെ എൻ്റെ മക്കളാണെന്ന് പറയാൻ പോലും എനിക്കിപ്പം നാണക്കേടാ. അച്ഛൻ്റെ അവിഹിതവുമായിട്ട് നടന്നിട്ട് പോലും നിങ്ങൾക്കൊന്നും ഒരു കൂസലില്ലല്ലോ. അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്? ഒരു വാക്കെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? എന്നിട്ട് ഇനിയിപ്പോ അവളെ ഞാൻ അംഗീകരിക്കണം പോലും. എവിടെയോ അവളെ കൊണ്ട് കളഞ്ഞല്ലോ, അതിന് സമാധാനം എന്ന് പറയുമ്പോ കൃഷ്ണ പറയാണ്, അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതം നന്നാൻ വേണ്ടിയാ ചേച്ചി ഇവിടുന്ന് പോയത്, അല്ലാതെ ചേച്ചിക്ക് ഇഷ്ടമായിട്ടൊന്നും അല്ല. കൂടപ്പറപ്പുകളായ ഞങ്ങളെ കണ്ടിട്ട് ചേച്ചി എന്തുമാത്രം വിഷമിച്ചിരുന്ന് പോയെന്നറിയോ? എന്ത് കൂടപ്പറപ്പാടി, നിനക്ക് പറയാൻ പോലും നാണയില്ലേ? നിന്റെ അച്ഛനും അവളെ സമ്മതിച്ചല്ലോ, അവര് അച്ഛനും മകളും അല്ലെന്ന്. പിന്നെ എന്ത് കൂടപ്പറപ്പാ? കൂടപ്പറപ്പാകാൻ ഒരേവായിട്ട് ജയിക്കണോ ഇല്ലമ്മേ. ചേച്ചി ഞങ്ങളെല്ലാം അതുപോലെയാ സ്നേഹിച്ചത്. രോഹി പറയാണ്, ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യം വന്നിട്ട് പോലും എന്നെ പിടിച്ചുയർത്തി ഇവിടം വരെ കൊണ്ടുവന്നത് ആ ചേച്ചിയാ. തിരിച്ചിപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അതിനെല്ലാം കാരണക്കാരി അലീന ചേച്ചിയാ. ബബി പറയാണ്, അതെ, എൻ്റെയും കയ്യിൽ ഒരുപാട് മോശം സ്വഭാവം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയെടുത്ത് ഞാനിപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതും ചേച്ചി കാരണമാ. 2 തവണയാ അച്ഛൻ അറ്റാക്ക് വന്നപ്പോൾ ചേച്ചി രക്ഷപ്പെടുത്തിയത്. അന്ന് ചേച്ചി ഇല്ലായിരുന്നെങ്കിലോ അവസ്ഥ ആലോചിച്ച് നോക്കേ, നമുക്കിപ്പോൾ അച്ഛനുണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പം വൈജ പറയാണ്, അങ്ങേരുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ. ബബിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്ത് വർത്താനൊക്കെ പറയുന്നത്? അച്ഛനെ കുറിച്ചാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അമ്മയ്ക്ക് എങ്ങനെ മനസ്സായിരുന്നു? അതെ, നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ നാളെ ഒരു ഭാര്യയാവുമല്ലോ. ഇതുപോലൊന്ന് കാണുമ്പം നിനക്ക് മനസ്സിലാവും. നീ എൻ്റെ സ്ഥാനത്തുനിന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. വേലക്കാരിയായിട്ട് വീട്ടിലേക്ക് വന്ന് കയറിയവളല്ലേ, അവൾക്ക് പിന്നെ അയാൾ എന്ത് പ്രാധാന്യം കൊടുത്തത്? ഞാനാണോ അവളാണോ വലുതെന്ന് ചോദിച്ചപ്പോൾ അയാള് അവളാണെന്ന് പറഞ്ഞില്ലേ. ആ ഒരു അവസ്ഥ നിനക്കാണെങ്കിൽ നിനക്ക് സഹിക്കാനൊക്കുവോ എന്ന് ചോദിക്കാണ്. അമ്മേ, അച്ഛൻ നമ്മളെ കാണുന്നത് സ്വന്തം മോളെ പോലെയാ. പിന്നെ എന്തുകൊണ്ടാ അമ്മ ഇങ്ങനെ ഒഴിവ് കാണിക്കുന്നത്? ആ ചേച്ചി ഇവിടുത്തെ ജോലിയും ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി പാവമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു അനാഥ പെൺകുട്ടിയല്ലേ അമ്മേ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണോട് ഇങ്ങനെ വാശി വരകി കാണിച്ചത്? ഒരു ജീവിതം കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ലേ? അതേടാ, ഞാൻ ജീവിതം കൊടുക്കാം, എൻ്റെ ഭർത്താവിന് തന്നെ അവക്കങ്ങ് കൊടുക്കാം, അപ്പം സമാധാനം ആയിക്കോളുമല്ലോ എന്ന് പറയുമ്പോഴേക്കും രോഹി പറയാണ്, ചേച്ചിയെക്കുറിച്ച് അമ്മ ഇങ്ങനെയാണോ കരുതിയേക്കുന്നത്? ആദ്യമൊക്കെ അവരുടെ ബന്ധത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീടത് മാറി. എൻ്റെ ചേച്ചി ഇപ്പോൾ എൻ്റെ ചോരയില്ലെന്ന് അറിഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. ചേച്ചി എൻ്റെ ചോരയായിരിക്കണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ രോഹിയും പറയുന്നുണ്ട്. അമ്മ ഒറ്റ കാരണം ചേച്ചി ഇപ്പോൾ ഏതോ വീട്ടിൽ പോയി ജോലിക്ക് നിൽക്കുന്നത്.
അപ്പോഴേക്കും കൃഷ്ണയോട് വൈജി ചോദിക്കാണ്, അല്ലടി ഇനിയിപ്പോൾ അവളെ ഞാനൊരു കൊട്ടാരം പണിത് അതിലിരുത്താം, അത് മതിയോ നിനക്കൊക്കെ? അവളുടെ യോഗ്യത അത്രേ ഉള്ളൂ, അതാണ് അവളിപ്പോൾ ചെയ്യുന്നത്. അനാഥയായിട്ട് 23 വർഷം അവൾ ജീവിച്ചെന്നല്ല പറഞ്ഞത്. പിന്നെ ഒരു വേലക്കാരുടെ പോയി ജീവിച്ചാൽ അവൾക്ക് എന്താ കുഴപ്പം? കൊല്ലപ്പള്ളിയിലേക്ക് എൻ്റെ അമ്മയെ നോക്കാനാണല്ലോ അവൾ ആദ്യം വന്നത്. പതിയെ പതിയെ അവൾ ഇങ്ങോട്ടേക്ക് ചേക്കേറി. എന്നിട്ട് എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ സഹോദരങ്ങളെയും എല്ലാവരും കൈവശപ്പെടുത്തിയില്ലേ? ഇത് കൃത്യസമയമാണ് അവൾ പോയത്. അവൾ പോയത് തന്നെ നന്നായി എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ കിടന്നുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിയിൽ അക്ഷമനായി ഇരിക്കാൻ കേട്ടോ ബാലേന്ദ്രൻ. അലീനയോട് അവൾ പോയുടനെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പോലും തൻ്റെ കുടുംബം ശിഥിലമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല, അലീന ബാലേന്ദ്രനെ കൊണ്ട് സത്യം എടുപ്പിച്ചിരുന്നു കേട്ടോ. അച്ഛൻ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ രഹസ്യങ്ങളൊന്നും അമ്മയോട് തുറന്ന് പറയരുത്. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയും കുടുംബം ചിഹ്നിച്ചിട്ടായി പോകാതിരിക്കാനും വേണ്ടിയിട്ടാ ഞാനിതെല്ലാം പറഞ്ഞതും ഇതൊക്കെ ചെയ്യുന്നതും. മനസ്സെല്ലാം മനസ്സോടെ ആ വീടിൻ്റെ പടിയിറങ്ങിയതും നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കാനായിട്ടാ. അമ്മയും അച്ഛനും മക്കളും എല്ലാം ചേർന്ന് കുടുംബമായി സന്തോഷമായിട്ട് ജീവിക്കാനാ. അത് ഇനി ഒരിക്കലും ഇല്ലാണ്ടാവാൻ പാടില്ല. ഇത്ര റിസ്ക് എടുത്ത് ഇതിനോടൊന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ ഒന്നിക്കാനാ. അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അമ്മേനെ അറിയിക്കരുത് എന്നും പറഞ്ഞ് അലീന ബാലേന്ദ്രനോട് സത്യം വാങ്ങിച്ചിരുന്നു. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഒന്നും പറയാതെ കടിച്ചു പിടിച്ച് ക്ഷമയോടുകൂടി ഇരിക്കുന്നേട്ടോ. അങ്ങനെ വൈകുന്നേരം ടേബിളിലേക്ക് എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഈ സമയം ബബിതയും അതുപോലെ കൃഷ്ണയും കൂടെ ആയിരിക്കും കേട്ടോ ഫുഡൊക്കെ തയ്യാറാക്കുക. രാത്രി കഴിക്കാൻ വന്നിരിക്കുമ്പോഴേക്കും വൈജ ആദ്യം തന്നെ വന്നിരിക്കുകയാണ്. രോഹിയും ബാലേന്ദ്രനും എല്ലാം വന്നിരിക്കുന്നുണ്ട്. ബാലേന്ദ്രന് വൈജ ഇരിക്കുന്നത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്തോടെ ഇരിക്കുകയായിരിക്കും. ബബിത അപ്പോഴേക്കും എല്ലാവരും പാത്രത്തിലേക്ക് കഞ്ഞി വിളമ്പുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചമ്മന്തി കൊടുക്കാണ് കൃഷ്ണമോള്. അപ്പോഴേക്കും വൈജി ചോദിക്കാണ്, ഇതെന്താ ഈ വീട്ടിൽ വേറൊന്നും ഉണ്ടാക്കിയില്ലേ? ഇതെന്താ കഞ്ഞിയും ചമ്മന്തിയും എന്ന് ചോദിക്കുമ്പം ബബി പറയാണ്, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ നോർമലായി വന്നില്ലേ? അപ്പം കൊല്ലപ്പള്ളിയിലും ഇവിടെയൊക്കെ നടന്ന് അമ്മയ്ക്ക് ബഹളം ഉണ്ടാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഓഫീസിലെ വർക്ക് അമ്മ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അടുക്കള കയറി എല്ലാം വെച്ചുണ്ടാക്കിയാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം? എനിക്ക് കോളേജിൽ പോകണം, ഇവർക്ക് ഡാൻസ് ക്ലാസ്സും അങ്ങനെ പല പരിപാടികളുണ്ട്. ഞങ്ങളെ വീടെല്ലാം തൂത്തുപിറക്കി ക്ലീൻ ചെയ്ത് എന്തുമാത്രം ജോലിയാ ഒരു ദിവസം ചെയ്യുന്നറിയോ? അമ്മയാണെങ്കിലോ അകത്ത് കയറിയിരുന്ന് അടുത്ത ആർക്കിട്ട് പണി കൊടുക്കാൻ നോക്കി ഇരിക്കുകയല്ലേ, അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെങ്കിലേ കഴിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും വൈജി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഡേ, ഞാൻ നിന്റെ അമ്മയാ, എന്നോടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, ആ ഒരു തോന്നല് ഞങ്ങൾക്ക് കൂടി വേണമല്ലോ. അമ്മയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ ബഹുമാനവും എല്ലാം വേണം. മക്കളോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അമ്മയ്ക്ക് ഒട്ടും അറിയില്ല. ഇന്ന് വരെ ഞങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മ അന്വേഷിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഉണ്ണുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, എന്തെങ്കിലും ചോദിക്കോ? ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നുണ്ട്, ഞങ്ങൾ 3 നേരം നന്നായി ആഹാരം കഴിച്ച് വളർന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കായിരുന്നു. സ്കൂളിലെ ടീച്ചർ ആരാ, പഠിക്കുന്നുണ്ടോ, ഞങ്ങൾ എവിടേക്ക് പോകണോ, എന്തെങ്കിലും അമ്മ അന്വേഷിച്ചിട്ടുണ്ടോ? എപ്പോൾ വന്നാലും അമ്മയുടെ മുഖം ഒരു കൊട്ട കാണും, കടന്നൽ കുത്തിയതുപോലെ. അമ്മ രാവിലെ എണിച്ച് കുളിച്ചൊരുങ്ങി ഓഫീസിലേക്ക് പോകും. വൈകുന്നേരം തിരിച്ചു വന്ന് അമ്മയുടെ കാര്യങ്ങൾ നോക്കി മുറിക്കകത്ത് കയറി ആ ഒരു ഇരിപ്പല്ലേ, അല്ലാതെ ഞങ്ങളോട് സംസാരിക്കാനോ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും വരാറുണ്ടോ? ആ ഉണ്ടായിരുന്നു, അലീന ചേച്ചി വന്നതിന് ശേഷം അലമുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. അമ്മയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട കളർ എന്താണെന്നറിയോ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്നറിയോ? ഒന്നും അറിയില്ല. ജോലിക്കാരുണ്ടായിരുന്നുണ്ട്, അവർ തന്നതുകൊണ്ടും ഞങ്ങൾ കഴിച്ചു. പക്ഷെ അലീന ചേച്ചി അങ്ങനല്ല, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും, ഞങ്ങളെ പഠിപ്പിക്കും, എല്ലാം ചെയ്യും. ഓ, പറഞ്ഞു പറഞ്ഞ് നീയൊക്കെ ആ റൂട്ടിൽ വരുവാണോ? എങ്കിൽ പിന്നെ എന്നെ വേണ്ടെന്ന് വെച്ച് അവളെ അങ്ങോട്ട് കൂടിക്കൊണ്ട് പാടി എന്ന് പറയാൻ കേട്ടോ. കൃഷ്ണ പറയുന്നുണ്ട്, അമ്മേ ചേച്ചി പറഞ്ഞത് സത്യ, ഞങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം അമ്മയ്ക്ക് അറിയോ? അമ്മയ്ക്ക് അമ്മയുടെ സ്വാർത്ഥത മാത്രം, അല്ലാതെ അമ്മയ്ക്ക് വേറെ ഒന്നും അറിയണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ആ കഞ്ഞി അങ്ങോട്ടേക്ക് നീക്കൊക്കാണ് വൈജ. ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരുന്ന കഞ്ഞി കോരി കുടിക്കുകയായിരിക്കും ബാലേന്ദ്രൻ. മക്കൾ എന്തായാലും സംസാരിക്കാനുള്ളതൊക്കെ അമ്മയോട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് കേട്ടാ ആ ഒരു തൃപ്തിയിലിരിക്കുകയാണ് ബാലൻ. ഈ സമയം രോഹി എഴുന്നേറ്റ് പറയുന്നുണ്ട്, അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അമ്മേ,
ചെറുപ്പം തൊട്ടേ അമ്മ ഞങ്ങളെ ഒന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. എങ്കിലും ഞങ്ങൾ ഈ രീതിക്ക് ആയി പോവില്ല. ഞാനും ഇവരൊക്കെ എന്ത് തെറ്റ് കാണിച്ചാലും അമ്മ ഒന്ന് മൈൻഡ് ചെയ്യാറ് കൂടി ഇല്ലായിരുന്നു. നിസ്സാരം ഞാൻ അച്ഛനോടൊക്കെ മാപ്പ് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞേ? ആൺകുട്ടികളാകുമ്പം അങ്ങനെ തെറ്റൊക്കെ പറ്റും, മാപ്പ് പറയേണ്ട കാര്യമില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്. പക്ഷെ ആ മാപ്പ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് കിട്ടിയ ഒരു ആശ്വാസവും സമാധാനം എത്രത്തോളം ആണെന്ന് അമ്മയ്ക്ക് അറിയില്ല. ആൺകുട്ടികളോട് ചെറുപ്പം തൊട്ടേ അവർ അമ്മമാർ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. സ്ത്രീ എന്താണെന്നും അവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും അവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും അവരെ ഏത് കണ്ണിൽ കാണണമെന്നൊക്കെ അമ്മമാരാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അമ്മ അതിനൊന്നും സമയം കണ്ടെത്തിയില്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മ മാത്രം മതി. അമ്മയുടെ സുഖം, അമ്മയുടെ സന്തോഷം, അമ്മയുടെ കാര്യങ്ങൾ, അത് മാത്രമാണ് അമ്മയ്ക്ക് എപ്പോഴും വലുത്. അല്ലാതെ ഞങ്ങളുടെ മക്കളുടെയോ സ്വന്തം ഭർത്താവിൻ്റെയോ കാര്യങ്ങൾ പോലും അമ്മ ശ്രദ്ധിച്ചിട്ടില്ല. അതിനെല്ലാം ഞങ്ങൾക്ക് ശ്രദ്ധ കിട്ടിയത് അലിനിച്ച് കടത്തുന്ന ഒരു സ്ത്രീയെ എങ്ങനെ കാണണമെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും ചേച്ചിയാ എനിക്ക് പഠിപ്പിച്ചു തന്നത്. അച്ഛനോടും സഹോദരങ്ങളോടും എങ്ങനെ വേണമെന്നും ചേച്ചിയാ പറഞ്ഞു തന്നെ. ഇവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാ. ബബിതയും കുറച്ച് കൂട്ടുകെട്ടുമൊക്കെ ആയിട്ട് മോശപ്പെട്ടതിൽ നടക്കായിരുന്നു. അവളെയും അവിടുന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊള്ളുന്നത് ചേച്ചിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിയും പറയുന്നുണ്ട്. നാശം പിടിച്ചോള് ഇവിടുന്ന് പോയാലും അവളുടെ പേരില്ലാതെ ഈ വീട്ടിൽ നിന്ന് കേൾക്കാനില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ കഞ്ഞിയും കൂടെ നീക്കിയിട്ട് വൈചേറും ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി കഥ കടച്ച് കുറ്റിയിടാണ്. അപ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, എന്തായാലും ആ ഡോസ് അവ കേറ്റു. അവക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. സ്വന്തം കാര്യം മാത്രമേ ഇത്രയും കാലം നോക്കിയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാലോ പഴയ ബാലേന്ദ്രനെ. വൈജ എന്ത് പറഞ്ഞാലും മിണ്ടാതനുസരിക്കുന്ന ഒരു ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു. അവൾ എന്ത് പറഞ്ഞാലും ഞാനൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അവക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഞ്ചനയാ അവൾ എന്നോട് ചെയ്തത് എന്ന് പറയുമ്പം രോഹി ചോദിക്കുകയാണ്, എന്താച്ചാ എന്താ കാര്യം? അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. ഞാൻ ഇവളോട് എന്തിനാ ദേഷ്യം കാണിച്ചതെന്ന് നിങ്ങളെല്ലാം ചോദിക്കുമല്ലോ. അലീന എൻ്റെ മകളല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ട് അലീനയോടെ കൊണ്ടുവന്നു? വൈജയോട് എന്തിനാ അകൽച്ച കാണിക്കുന്നേ എന്നെല്ലാം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ വലിയൊരു കാരണമുണ്ട്. അതൊക്കെ സമയമാകുമ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഞാനാണെന്ന് ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബബിയോട് പറയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, ഒരു സെർവന്റിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇച്ചിരി പ്രായമുള്ള സ്ത്രീയാ. കൊച്ചുപമ്പിള്ളേനും കൂടെ വന്നാൽ നിന്റെ അമ്മ ഇനി അവരെയും കൂടെ അടിച്ചിറക്കും. അതുകൊണ്ട് അവർ നാളെ തന്നെ ജോയിൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിഷമം ഉണ്ടാവില്ല. അവരെല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തോളും എന്ന് പറയാണ്. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളത് ശരിക്കും ഒന്നും ഉണ്ടാക്കാതിരുന്നതാ. കഞ്ഞി മതിയെന്ന് ഞങ്ങൾ വെച്ചിട്ടാ. കാരണം അമ്മയൊന്ന് മനസ്സിലാക്കട്ടെ. അമ്മ ഏത് നേരം സ്വന്തം കാര്യം നോക്കി ആ മുറിക്കകത്ത് ചടഞ്ഞുകൂടി ഇരിപ്പല്ലേ. ഇറങ്ങി വന്ന് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞങ്ങൾ ഇന്ന് കാണിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ കേട്ടോ. വൈജയുടെ കഞ്ഞി ആ ടേബിൾ തന്നെ അടച്ചു വെച്ചിട്ട് ഇവരെല്ലാം പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാത്രിയാകുമ്പോൾ വൈജയ്ക്ക് നന്നായിട്ട് വിശക്കാണ്. വൈജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, എങ്കിലും ആ നാശം പിടിച്ചവൾ എൻ്റെ മക്കളെ എത്രത്തോളം മാറ്റി വെച്ചിരിക്കുക. എന്തൊക്കെ പറഞ്ഞായിരിക്കും അവൾ ഈ രീതിക്ക് മാറ്റിയെടുത്തത്? എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഇപ്പം അവളെന്ന് വെച്ച ജീവനാ. ഇതിനു വേണ്ടി മാത്രം എൻ്റെ കൈവശായിരിക്കും ഈശ്വര അവൾ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവിടുന്ന് പതിയെ എഴുന്നേറ്റ് ഹാളിലേക്ക് പോവാണ്. അപ്പം അടച്ചു വെച്ചിരിക്കുന്ന കഞ്ഞി ടേബിളിൻ്റെ മുകളിലിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ആ കഞ്ഞി കോരി കുടിക്കാൻ കേട്ടോ. കഞ്ഞിയും ചമ്മന്തിയൊക്കെ കോരി കുടിക്കുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് തിരികെ പോയി മുറിയിൽ പോയി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. അപ്പോഴേക്കും വൈജ രാവിലെ ഉടുത്തൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുമ്പം കൃഷ്ണൻ ചോദിക്കുകയാണ്, അല്ല അമ്മ എങ്ങോട്ട് പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഭവതി ചോദിക്കുകയാണ്, അല്ല കൃഷ്ണനെ അമ്മ എവിടെ പോയതാ? അപ്പോൾ മറുപടി ചേച്ചിയും കേട്ടതല്ലേ, അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണമെന്ന്. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണേ. ഈ സമയം രോഹിയും ഉറക്കൊക്കെ എഴുന്നിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബബിയോട് ചായ ആയും ചോദിക്കുമ്പോൾ ചായ ഒന്നും വെച്ചില്ല. രോഹിയിട്ടൊന്ന് ചായ വെക്ക്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കാം എന്ന് പറയുമ്പം അത് കൊള്ളാലോ എന്ന് പറയുമ്പം ബബി പറയാണ്, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഇനി സർവൻ്റ് വരും. എങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അല്ല ചേച്ചി പഠിപ്പിച്ച പാഠങ്ങളെ അതൊക്കെയാ.
സ്വന്തം കാര്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം, എങ്കിലും മാത്രമേ ലൈഫിൽ നമുക്ക് ഒരു ഉത്തരവാദിത്തം വരുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്നാ സമ്മതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് രോഹിയും ബബിയും കൃഷ്ണയും അടുക്കളയിലേക്ക് ചെല്ലാണ്. രോഹി ചായ വെക്കുന്നുണ്ട്. ബാക്കി രണ്ടുപേരും കൂടി ദോശ ഉണ്ടാക്കി അതിനുള്ള കറികളൊക്കെ റെഡിയാക്കാണ്. അങ്ങനെ പ്ലേറ്റ്സ് എല്ലാം കഴിയുന്ന കൂട്ടത്തിൽ ബബി പറയുന്നുണ്ട്, അമ്മ രാത്രി വന്നിട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട്, ദേ പ്ലേറ്റ് വെച്ചിട്ട് പോയിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഒരു 3 പേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഹാളിൽ കൊണ്ട് ടേബിളിൽ വെക്കാണ്. ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആഹാ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായോ? റെഡിയായച്ചാ, ഇന്ന് രോഹിയേട്ടനോട് കൂടിയിട്ടുണ്ട് എന്ന് പറയാണ്. പറഞ്ഞ ജോലിക്കാരി ഉച്ചയ്ക്കാകുമ്പോഴേക്ക് എത്തുമായിരിക്കും. അത് സാരല്ലച്ചാ, അവർ വന്നാലും ഞങ്ങളുടെ ജോലികളെ ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങളുടെ ഡ്രസ്സിങ്, ഞങ്ങളുടെ റൂം എല്ലാം ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്യും. ആഹാ, ഇത്രത്തോളമൊക്കെ മാറ്റം വന്നോ എൻ്റെ മക്കൾക്ക് എന്ന് ബാലൻ ചോദിക്കാണ്. അല്ല, എവിടെ നിങ്ങളുടെ അമ്മ? അറിയില്ലച്ചാ, രാവിലെ ഒരുങ്ങിക്കെട്ടി പോന്ന കണ്ടു. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ എന്തോ അത്യാവശ്യ കാര്യത്തിലെന്ന് പറഞ്ഞ് പോണ കണ്ടു, എങ്ങോട്ടെന്നറിയില്ല എന്ന് പറയാണ്. അങ്ങനെ ബാലനും മക്കളോട് ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അല്ല, അലീനെ വിളിച്ചോ? കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി രാത്രി വിളിച്ചിരുന്നു, വീഡിയോ കോൾ വിളിച്ചു, അവിടെ എല്ലാം കാണിച്ചു. എൻ്റെ പൊന്നച്ച, എന്തൊരു സ്ഥലം അത്, നിറയെ പട്ടികളും കൂടെ ഒത്ത നടക്കിൽ ചേച്ചിയും അയാളും. ഓ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നു, അതും അത്രയും വലിയ കാട്ടിൻ്റെയും എസ്റ്റേറ്റിൻ്റെ നടുക്കായിട്ട്. എന്തിനാച്ച ചേച്ചി അങ്ങോട്ടേക്കാക്കിയത്? അപ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അവള് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവളെ ഓർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട, അതവളുടെ സ്വന്തം അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പം രോഹി പറയാണ്, അതൊക്കെ ശരിയാ, പക്ഷെ ആ വീടും പരിസരമൊക്കെ ചേച്ചി വിളിച്ച് കാണിച്ചപ്പോഴേ ഞങ്ങൾക്ക് തന്നെ ഒരു പേടി. എങ്ങനെയോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും? എന്തോരം പട്ടികളാ! ഓ, അതുങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഓരോന്നിൻ്റെയൊക്കെ വലിപ്പം അച്ഛൻ കണ്ടില്ലേ? ഇത്രയും ശാന്തമായ ഈ വീട്ടിലും സ്ഥലത്തു നിന്ന് ചേച്ചിക്ക് എങ്ങനെ അവിടെ പോയിട്ട് അത്ര വലിയ കാടിന് നടുക്ക് ഒരു ഗസ്റ്റ് ഹൗസിനുള്ളിൽ അങ്ങനെ ജീവിക്കാൻ സാധിക്കും? ബാലൻ പറയുന്നുണ്ട്, ഏത് സാഹചര്യത്തോടും ഒത്തു ജീവിക്കാൻ പഠിച്ചോളാം അലീന. ഒരു അനാഥാലയത്തിൽ വളർന്നവളല്ലേ, പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്, പലവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് കഴിയും. മാത്രമല്ല, അവൾ പോരിക്കുന്നത് അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കല്ലേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കൃഷ്ണാനന്ദി പറയുന്നുണ്ട്, ചേച്ചീനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പോയാൽ കൊള്ളാമെന്നുണ്ട്. ബാലൻ പറയാണ്, അത് അയാൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് നമുക്കറിയില്ലല്ലോ. ആലിന എന്താ പറയുന്നത് നോക്കാം, അവളുടെ അഭിപ്രായം പോലെ കാണാനൊക്കെ പോകാം. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അവൾ പോയിട്ട് കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. കുറച്ച് നാളുകളെ ആയിട്ടുള്ളെങ്കിലും കുറേ വർഷം കഴിഞ്ഞ പോലെ തോന്നുക അച്ഛാ. ചേച്ചിയുള്ളപ്പോൾ ഇവിടെ എന്തൊരു ഐശ്വര്യമായിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നുമില്ല, എന്തോ ഒരു മൂകമായ അവസ്ഥ എന്ന് പറയുമ്പോൾ ബാലൻ പറയാണ്, ഞാനും നിന്റെ അമ്മയും പഴയതുപോലെ ജീവിക്കാനായിട്ടല്ലേ അവൾ പോയത്, എന്നിട്ടെന്താ വല്ലതും നടന്നോ? ബാബി ചോദിക്കാണ്, അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് പിന്നെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ അമ്മ ഇത്രയും കാലം ദേഷ്യപ്പെട്ടത്. ഇപ്പം അച്ഛൻ്റെ മകളുമല്ല. അപ്പോൾ പിന്നെ ഏതൊരു ഭാര്യയ്ക്കാണെങ്കിലും സ്വന്തം ഭർത്താവ് മറ്റൊരു പെൺകുട്ടീനെ ഒരുപാട് കെയർ ചെയ്യുകയും വീട്ടിൽ കൂടെ നിർത്തുകയൊക്കെ ചെയ്യുന്ന കാണുമ്പം ആർക്കാണെങ്കിലും ഒരു ദേഷ്യം വരില്ലേ? പക്ഷെ ഇവിടെ നേരെ തിരിച്ച് അച്ഛനല്ലേ അമ്മയോട് ദേഷ്യം കാണിക്കുകയും അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നത്. അമ്മേനെ മുറിയിൽ പോലും കയറ്റുന്നത് അച്ഛനല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അമ്മയുടെ ഭാഗത്ത് ന്യായമുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം ബാലൻ പറയാണ്, അതിനൊക്കെയുള്ള മറുപടി എൻ്റെ മനസ്സിലും എൻ്റെ നാവിൻ തുമ്പത്തും ഉണ്ട്, പക്ഷെ നിങ്ങളത് പറയാനൊക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ പറഞ്ഞല്ലോ, സമയമാകുമ്പം നിങ്ങളെല്ലാം അറിയും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും ഞാനായിരുന്നു ശരിയെന്ന്. അത്രത്തോളം കാലം നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ എഴുന്നേറ്റ് കൈ കഴിയുന്നതിന് ശേഷം ഓഫീസിലേക്ക് പോകണുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് തലയും കൊണ്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ ഭവിത പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ രോഹിയേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം എൻ്റെ ഭർത്താവ് വേറെ പെൺകുട്ടിയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എന്നെക്കാളും കൂടുതൽ അവളെ കെയർ ചെയ്യുകയും അവളാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനൊക്കുമോ? അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ അവകാശങ്ങളും കൊടുക്കുകയും അതുപോലെ എന്നെ മുരളിക്കെട്ടതാക്കുകയൊക്കെ ചെയ്താൽ ഞാൻ എന്തായിരിക്കും മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അമ്മയുടെ ഭാഗത്ത് ന്യായമില്ലേ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, നമ്മുടെ അമ്മയുടെ ഭാഗത്ത് ഒരു ന്യായമില്ല, ശരിയല്ല നമ്മുടെ അച്ഛൻ്റെ ഭാഗത്താ എന്ന് പറയുമ്പം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാണ്. നമ്മുടെ അച്ഛൻ പാവ, അച്ഛന് ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാ.
പക്ഷെ അച്ഛനാരും മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ബാബി ചോദിക്കുകയാണ്, അപ്പോൾ നിനക്കിതിനകത്ത് എന്തൊക്കെ അറിയാലോ? അച്ഛൻ പറഞ്ഞല്ലോ എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെന്ന്, നിനക്കതൊക്കെ അറിയാമല്ലേ? എന്നിട്ട് നീ ഞങ്ങളോടെല്ലാം മറച്ചു വെക്കാല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛൻ പറയണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴേക്കും രോഹിയും ബാബിയും കൂടെ കൂടിയിട്ട് അവളുടെ രണ്ട് കൈയിലും പിടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞിട്ട് പോയാൽ മതി. കുറേ നാളായി ഈ വീടിനകത്ത് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തല പെരുക്ക കടങ്കഥ പറയുന്നത് ഒരാൾ പറയുന്നു അച്ഛൻ്റെ മകളാണ്, ഒരാൾ പറയുന്നു കൂടെപ്പിറപ്പാണെന്ന്, പിന്നെ പറയുന്നു അച്ഛൻ്റെ മകളല്ലെന്ന്, പക്ഷെ രക്തം ഒന്നാണെന്ന് പറയുന്നു. എന്തൊക്കെയാണെന്ന് ഞങ്ങളുടെ തല വെട്ടി പൊളന്നു പോവാ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞിട്ട് നീ പോയാൽ മതി. അച്ഛനെയും ആടത്തിൻ്റെ കാരണം എന്താ? അല്ല ചേച്ചി ശരിക്കും ആരാ? ശരിക്കും അമ്മയോടെ ചെന്നാ പിണങ്ങിയത്? മഞ്ഞിച്ചെന്ന് പറഞ്ഞല്ലോ, അതിനർത്ഥം എന്താ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും കൃഷ്ണ പറയാണ്, ഇല്ല ഞാനൊന്നും പറയില്ല. അച്ഛനോട് സത്യം വാങ്ങിച്ചതാ പറയരുതെന്ന് ഞാൻ വാക്കും കൊടുത്ത അതിൻ്റെ അച്ഛന് ഞാൻ പറയില്ല എന്ന് പറയുമ്പോഴേക്കും ദേ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടെ നിന്നെ ശരിയാക്കി കളയും, മര്യാദയ്ക്ക് പറയടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവനെ പിടിച്ചുകൊണ്ട് സെറ്റിയെക്കൊണ്ടിരുത്താണ്. ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അല്ല ചേച്ചി ഞങ്ങളുടെ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങളോട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നും അറിയണം. അച്ഛൻ എന്തിനാ അമ്മയുടെ ഈ പിണക്കം കാണിക്കുന്നു അറിയണം എന്നൊക്കെ പറയുമ്പോഴേക്കും കൃഷ്ണമോള് രണ്ട് കണ്ണിന്നും കണ്ണുനീരൊഴുകാണ്. അപ്പോഴേക്കും ബാബി ചോദിക്കുന്നുണ്ട്, അയ്യോടി ഞങ്ങൾ ചുമ്മാ പറഞ്ഞതല്ലേ, നിന്റെ കയ്യിലേക്ക് പിടിച്ചത് ചുമ്മാതാ, നീ അതിന് കരയാണോ എന്ന് ചോദിക്കുമ്പം അതുകൊണ്ടല്ലേ ബാബി ചേച്ചി എന്ന് പറയാണ്. പിന്നെ എന്താ മോളെ കാര്യം? നീ ഞങ്ങളോട് പറ, ഞങ്ങളും അറിഞ്ഞിരിക്കണ്ടേ? നിനക്കെല്ലാം അറിയാമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളോട് പറ എന്ന് പറയുമ്പോഴേക്കും ചേച്ചി അച്ഛനത് പറയരുതെന്ന് പറഞ്ഞതാ, പക്ഷെ പറയേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ അച്ഛനെ ഒരുപാട് തെറ്റിദ്ധരിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അല്ല ചേച്ചി നമ്മുടെ രക്തമാണെന്ന് അച്ഛൻ പറഞ്ഞല്ലോ, പക്ഷെ അച്ഛൻ്റെ മകളല്ലെന്നും പറഞ്ഞു. അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ചേച്ചി ആരുടെ മകളാണെന്ന്? രോഹി ചോദിക്കാണ്. നീ വീണ്ടും കടങ്ങാതെ പറയണോ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആറ് മകളാ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് നമ്മുടെ അമ്മ പ്രസവിച്ച മകളാ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ബബി രോഹിയും ആകെപ്പാടെ ഞെട്ടി നിൽക്കുകയാണ്. നീ എന്താ പറഞ്ഞത്? അമ്മയുടെ മകളാണോ? അതെ, നമ്മളെക്കാട്ടിലൊക്കെ മുമ്പേ, രോഹിയേക്കാട്ടിലും മുമ്പേ അമ്മ പ്രസവിച്ച നമ്മുടെ സ്വന്തം ചേച്ചിയാ നമ്മുടെ അലീന ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് രണ്ടുപേരും വണ്ടടിച്ചിരിക്കുകയാണ്. നീ എന്താ കൃഷ്ണമോളെ പറയുന്നേ? അലീന ചേച്ചി നമ്മുടെ അമ്മ പ്രസവിച്ച മകളാണെന്നോ? അതെ ചേച്ചി, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? അച്ഛൻ എത്ര തവണ പറഞ്ഞു ആ അച്ഛൻ്റെ മകളല്ല, പക്ഷെ ഞങ്ങൾ കൂടെപ്പിറപ്പാട് ചോരയാണെന്ന്, എന്നിട്ട് പോലും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയാണ്. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊന്നും തോന്നിയില്ലേ കൃഷ്ണേ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാ അമ്മ ഇങ്ങനെ അമ്മയുടെ അച്ഛൻ വെറുപ്പ് കാണിക്കുന്നതെന്ന്? എന്താ സംഭവിച്ചതെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താ ശരിക്കും സംഭവിച്ചേ? അപ്പോൾ ഈ സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരാള് ഇപ്പം അലിനി ചേച്ചിനെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നില്ലേ? അതല്ലേ സ്വന്തം അച്ഛൻ? അപ്പം അതാരാ? എന്തൊക്കെയാ സംഭവിച്ചേ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നീ ക്ലിയർ ആയിട്ടൊന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് ബബി രോഹിയും ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അച്ഛനറിയോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാണ്, അച്ഛനറിയാം, അച്ഛനെല്ലാം അറിയാം. അമ്മ പ്രസവിച്ച മകളാണ് അലിന ചേച്ചിയെന്ന് അച്ഛനറിയാം എന്ന് പറയുമ്പോൾ അല്ല അപ്പം നമ്മുടെ അമ്മയ്ക്ക് അറിയില്ലേ എന്ന് രോഹി ചോദിക്കുമ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ അമ്മയ്ക്കറിയാത്ത സ്വന്തം മകളെ? അല്ല ചേച്ചിയുടെ അനാഥലത്തിൽ പോയി എന്നൊക്കെ 100,000 ക്വസ്റ്റ്യനുകൾ അവർ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, രണ്ടുപേരും സമാധാനപ്പെട്, പക്ഷേ നിങ്ങൾ അറിഞ്ഞ കാര്യം അച്ഛൻ അറിയണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട് കൃഷ്ണ പറയുന്നുണ്ട്. അതായത് ആഗ്രയിൽ വെച്ചുള്ള വൈജയന്തിയുടെയും സ്റ്റാൻലിയുടെയും പ്രണയബന്ധവും അതിനുശേഷം സ്റ്റാൻലി അവളെ ഉപേക്ഷിച്ചു പോയതാണെന്ന് വൈജ തെറ്റിദ്ധരിക്കുന്നതും കോമാ സ്റ്റേജിൽ സ്റ്റാൻലി ആവുന്നതും എന്നാൽ വൈജ ഈ സമയം പോയി പ്രസവിക്കുന്നതും കുഞ്ഞ് മരിച്ചു പോയെന്ന് വൈജയുടെ അച്ഛൻ പറയുന്നതും അങ്ങനെ വീണ്ടും ബാലേന്ദ്രനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയും ആ വിവാഹത്തിന് ശേഷം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അതിനുശേഷം സ്റ്റാൻലി അന്വേഷിച്ച് വരുമ്പോൾ വൈജു വേറെ വിവാഹം കഴിച്ചെന്ന് അറിയുന്നതും അങ്ങനെ സ്റ്റാൻലി വേറെ വിവാഹം കഴിക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയാണ് ചേച്ചി അനാഥത്തിലേക്ക് ആയതെന്നും പറയാണ്. അപ്പോഴേക്കും വല്ലാത്തൊരു സ്റ്റോറി ആയി പോയല്ലേ. അപ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ അച്ഛനെ ചതിക്കായിരുന്നല്ലേ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരാളുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഒരു കുട്ടിയായിട്ട് പോലും നമ്മുടെ അച്ഛനോട് പറയാതെ അല്ലേ അമ്മ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുകയാണ്.
കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാ അച്ഛനമ്മയോട് ഇത്രയും ദേഷ്യമെന്ന്? അമ്മയുടെ വീട്ടുകാരും എല്ലാവരും കൂടി അച്ഛനെ ചതിക്കുകയായിരുന്നു. എല്ലാം പറഞ്ഞ് എല്ലാം രഹസ്യമാക്കി വെച്ച് മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ അച്ഛനെ അവരെല്ലാം കൂടി ചതിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അമ്മേനെയും അവരെല്ലാം കൂടി ചതിക്കായിരുന്നു. കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞ് അച്ഛനൊക്കെ കൂടി ചതിച്ചത്. അതുപോലെ തന്നെ സ്റ്റാൻലി വരെ കിട്ടിയെന്നും പറഞ്ഞ് ചതിച്ചു. രണ്ടുപേരെ അകറ്റാൻ വേണ്ടി അവരുടെ കുടുംബക്കാര് ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ടൊക്കെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിൻ്റെ എല്ലാം ബാക്കി പത്രമായിട്ട് അനുഭവിക്കേണ്ടി വന്നതോ നമ്മുടെ പാവം അലിന ചേച്ചിയും. അല്ല, അപ്പൊ ഈ ചേച്ചി എങ്ങനെ അറിഞ്ഞു സ്വന്തം അമ്മയാണെന്ന്? എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കാണ് രോഹി. പറയാം നിങ്ങൾ ബഹളം വെക്കാതെ. അങ്ങനെ അലീനയുടെ എല്ലാ കഥകളും കൃഷ്ണമോള് അവരോട് പറഞ്ഞ് കേൾപ്പിക്കാണ്. ഇത് കേട്ടുകൊണ്ട് രോഹിക്കും ബബിതയ്ക്കും ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവാണ്. അപ്പോൾ നമ്മുടെ അമ്മയല്ലേ നമ്മുടെ അച്ഛനെ ചതിച്ചത്, നമ്മളെല്ലാവരും ചതിച്ചത്? എന്നിട്ട് ഇത്രയും കാലം അമ്മ എന്ത് പോസാ കാണിച്ചത്? അച്ഛനെ കുറ്റപ്പെടുത്താൻ എന്ത് യോഗ്യത അമ്മയ്ക്കുള്ളത്? എന്നിട്ട് ഇത്രയും കാലം പാവം നമ്മുടെ അച്ഛനെ എന്തൊക്കെ പറഞ്ഞു? ഇത്രയും കാലം നമ്മുടെ അമ്മ നമ്മളെല്ലാവരും ചതിച്ച കൂട്ടത്തില് ആ പാവം ചേച്ചിയെ കൂടി ചതിച്ചില്ലേ എന്ന് പറയാണ്. അല്ല ചേച്ചി സ്വന്തം മോളാണെന്ന് പറഞ്ഞാൽ അമ്മ സ്വീകരിക്കായിരിക്കോ എന്ന് രോഹി ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാണ് അതറിയില്ല. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മയോട് പറഞ്ഞാൽ പോരെ? അമ്മയുടെ സ്വന്തം മകളാ ചേച്ചി എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ പ്രശ്നമെല്ലാം തീരുമല്ലോ. അമ്മയ്ക്ക് ചേച്ചിയെ കണ്ടുകൂടാത്തോണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ, അതോടുകൂടി അത് മാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാണ് അതാ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. കാരണം അച്ഛന് നിർബന്ധമുണ്ട് ഈ കഥകളൊന്നും അമ്മ അറിയാൻ പാടില്ല എന്ന്. അമ്മ അറിഞ്ഞ ആ നിമിഷം തന്നെ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുക. ആ ഒരു പേരില ചേച്ചിയിടുന്ന് പോകാൻ തന്നെ കാരണം എന്ന് പറയാണ്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ആ ചേച്ചിനെ കൊല്ലാൻ നോക്കുന്നു, എന്തൊക്കെ ഉപദ്രവങ്ങൾ കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് അച്ഛനെ കുറിച്ച് എന്തൊക്കെ വേണ്ടതിനാ അമ്മ പറഞ്ഞത്? അമ്മയുടെ പാസ്റ്റിനെ കുറിച്ച് അമ്മ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആകെപ്പാടെ അത് കേട്ടതിൻ്റെ ആ ഒരു ഷോക്കിൽ നിൽക്കുമായിരിക്കും രണ്ടുപേരും കൂടി അവിടെ. അപ്പോൾ ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയായില്ലേ, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരോടും പറയാലോ അല്ല ചേച്ചി ഞങ്ങളുടെ ചേച്ചിയാണെന്ന് എന്നൊക്കെ പറയുമ്പോൾ രോഹി പറയാണ് അതെ, അന്നേ ചേച്ചി പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ചോരയാ, വേണമെങ്കിൽ DNA ടെസ്റ്റ് എടുത്ത് നോക്കിക്കോളാൻ. അന്ന് ഞാൻ സംശയിക്കേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് ആ ബുദ്ധി പോയില്ല. അച്ഛനെ മാത്രമായിരുന്നല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അമ്മയുടെ ഈ പതിവ്രത ചമ്മയിൽ കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും കരുതിയോ ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടാവുമെന്ന് എന്ന് രോഹിയും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണേ. ഇനിയിപ്പോൾ എനിക്ക് ധൈര്യമായി, നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ചേച്ചിയെ കാണാൻ പോകണം എന്ന് ബബി പറയാണ്. നമ്മുടെ സ്വന്തം ചേച്ചിയല്ലേ, ഇനിയിപ്പം ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാള് സ്വന്തം അച്ഛനൊക്കെ ആയിരിക്കും, എങ്കിലും നമ്മൾ അമ്മയുടെ മക്കളല്ലേ, നമ്മളപ്പോൾ ചേച്ചിയുടെ സ്വന്തം അനിയത്തിമാരും അനിയനും ഒക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ പറയാണ് അവിടെയാ ചെറിയൊരു ടെസ്റ്റ്. അയാളെ ഭയങ്കര മുരടനാ, ചേച്ചിയോടും അങ്ങനെ തന്നെയാ. ഇനി ചേച്ചി വേണം അയാളെ കൂടി മാറ്റിയെടുക്കാനായിട്ട്. അതുകൊണ്ടാ അങ്ങോട്ട് പോകുന്ന കാര്യം പറയുമ്പം അച്ഛനുള്ള താല്പര്യമില്ലാത്തത്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെ ആണെങ്കിലും ചേച്ചി അവസാനം ഇവിടെ തന്നെ വരും, അതെനിക്ക് ഉറപ്പാ എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാളുടെ ഫോട്ടോ നോക്കിയിട്ട് അവർ പറയാണ് ശരിയാ, അമ്മയുടെ ഒരു ചായയൊക്കെ ഉണ്ടല്ലേ, എവിടെയൊക്കെയോ ഒരു ചെറിയ ചായ കാച്ചിൽ, എവിടെയൊക്കെയോ കണ്ടു മറിഞ്ഞ പോലെ ഒരു ഷേപ്പൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറയാണ്. ആർക്കൊക്കെ അറിയാൻ ചോദിക്കുമ്പോൾ മനുവേട്ടനും അതുപോലെ അമ്മാവന്മാർക്കും പിന്നെ വല്യമ്മയ്ക്കും അച്ഛനും എനിക്കും അങ്ങനെ അത്യാവശ്യപ്പെട്ട എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയാണ്. അപ്പോൾ ഞങ്ങളുടെ മാത്രം ഈ വീട്ടിൽ വിടികളെപ്പോൾ നടക്കുകയെന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മയോടൊന്നും ഈ കാര്യം പോയി പറഞ്ഞേക്കളി രണ്ടുപേരും. അതോടുകൂടി അറിയാലോ അച്ഛനമ്മയെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് രണ്ടുപേരെ വായിന്ന് അത് വീഴാതെ സൂക്ഷിക്കണം. ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു കൊണ്ടു നടന്നില്ലേ, അതുപോലെ ചേച്ചി ഇവിടുന്ന് ഇപ്പോൾ പോയതുകൊണ്ടാണ് രണ്ടുപേരോടും ഞാൻ പറഞ്ഞത്. ചേച്ചി നിങ്ങളുടെ മനസ്സിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ ആറുമല്ലല്ലോ, വെറുതെ ഒരു സെർവലല്ലേ എന്നും കരുതി മനസ്സിൽ നിന്ന് ആ സ്നേഹം മാഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞത്. പിന്നെ അച്ഛനും അറിയണ്ട നിങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈജു വന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറാണ് കേട്ടോ. അവള്
ഇവര് മൂന്നിരിക്കുന്നത് കാണുമ്പം എന്താടി മൂന്നും കൂടി ഒരു ഗൂഢാലോചന? അടുത്ത് എന്തൊപ്പിക്കാന്നാണോ അതോ ആ മറ്റവളെ കൊണ്ടുവരാനുള്ള പ്ലാനിങ് വല്ല ആണോ എന്ന് ചോദിക്കുമ്പം രോഹി പറയാണ്, അമ്മയുടെ കയറി നോക്കിയാൽ മതി, ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവാൻ കേട്ടോ. തർക്കുത്തരം പറഞ്ഞു കേട്ട് വൈജിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താടി അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഞാൻ അവന്റെ പെട്ടതള്ളയല്ലേ? ഞാൻ ചോദിക്കുമ്പം ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? അമ്മേ, അതിനാദ്യം അമ്മയുടെ ചോദ്യം കൂടി നന്നായിരിക്കണം. അമ്മ ചോദിച്ചത് ഒരു മര്യാദയിലത്തെ ചോദ്യാ. അപ്പൊ മര്യാദയിലത്തെ ഉത്തരവേ കിട്ടുള്ളൂ. മൂന്നുപേരും തൈ ഇവിടെ ഇരിക്കുന്നേ, എന്താ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചിരുന്നെങ്കിലേ അതിലൊരു മര്യാദയൊക്കെ ഉണ്ട്. അല്ലാതെ അമ്മ മര്യാദയില്ലാതെ ചോദിച്ചാലേ ഇങ്ങനെ മറുപടി തന്നെ ഒക്കുള്ളൂ എന്നും പറഞ്ഞ് കൃഷ്ണനും അഭിനയം കൂടി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുമ്പം വൈജിക്ക് ഒന്നുകൂടി കലിപ്പ് കയറാണ് കേട്ടോ. മൂന്ന് പേർക്കും അപ്പൊ വൈജിയാണല്ലോ അലീനയുടെ അമ്മ എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനിയിപ്പോ നമ്മുടെ അലീനയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിലായിരിക്കും കേട്ടോ രണ്ടുപേരും കൂടി. ബബി രോഹിയും എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം പരിശ്രമിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.